ഗുഡ് മോർണിംഗ്. കഥാവിൻ്റെ നാമത്തുള്ള സ്നേഹവും അതിനും അറിയിക്കും. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച, ഇന്നിപ്പോൾ സൺഡേ, ഞായറാഴ്ച, ബുധനാഴ്ച രാവിലെ ഞാൻ സലാലയ്ക്ക് പോയി. എന്നിട്ട് ഇന്നലെ രാത്രി, ശനിയാഴ്ച രാത്രി തിരിച്ചു പോയി. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് മസ്കറ്റിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ. അതിനുശേഷം അവിടുന്ന് മസ്കറ്റ് ടു സലാല, ഒരു സലാം എയർ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിലെടുത്തു. കണക്ഷൻ ഫ്ലൈറ്റ് അല്ല. അപ്പോൾ ഞാൻ 10:30 ഒക്കെ ആകുമ്പോൾ മസ്കറ്റ് ചെല്ലും. അതിനുശേഷം 1:40 ഈ സലാല ഫ്ലൈറ്റ്. ഒരു 3 hours ഗ്യാപ്പുണ്ട്. നല്ല നമുക്ക് ആവശ്യമുള്ള സമയം കിട്ടും. അപ്പം പോകുന്നതിൻ്റെ തലേദിവസം രാത്രി ഇവിടുന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോയത്. പോകുന്നതിൻ്റെ തലേദിവസം രാത്രി മെസ്സേജ് വന്നു, ഫ്ലൈറ്റ് 2 hours ലേറ്റ്. അപ്പോൾ പെട്ടെന്നൊന്ന് പാനിക്കായി. പ്രാർത്ഥിച്ചു, കർത്താവിൽ സമാധാനം തന്നു. സാരമില്ല, കുഴപ്പമൊന്നും പറ്റുകയില്ല, ധൈര്യമായിട്ട് പോകാം. അങ്ങനെ പോയി. ഫ്ലൈറ്റ് കറക്റ്റായിട്ട് അപ്പം 12:25 ആയപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു. 1:40 അവിടെ എൻ്റെ ഫ്ലൈറ്റ്. 12:25 തന്നെ ലാൻഡ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ആ ഫ്ലൈറ്റ് കിട്ടും, അതിനകത്ത് കുഴപ്പമൊന്നും, കർത്താവ് നോക്കിക്കോളും. ദൂതന്മാരുണ്ട്, അല്ലെങ്കിൽ കർത്താവ് ദൂതന്മാരെ കൊണ്ടവിടെ പിടിച്ചു നിർത്തും. പെട്ടെന്ന് ഇറങ്ങി ഇമിഗ്രേഷനൊക്കെ എനിക്ക് പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഞാനിവിടെ ഓഫീസറോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ പോകേണ്ടതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരും ഇല്ലാത്തൊരു കൗണ്ടറിലോട്ട് വിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ 1 minute പോലും കളയാതെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഈ സ്റ്റാഫ്, ഈ എയർപോർട്ടിലെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു ഏത് ഫ്ലൈറ്റ് നമ്പർ ഇതുപോലെ സലാല പെട്ടെന്നില്ല, ഇപ്പോൾ ക്ലോസ് ചെയ്യും, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ഓപ്പൺ ആണെന്നാണ് അവരൊരു വിചാരിച്ച് ചെയ്തത്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ചോദിച്ചപ്പോൾ അവർ ക്ലോസ് ചെയ്തു. അതിൻ്റെ കൺസേൺഡ് ആൾ അവിടെ നിന്ന് പോയി ഗേറ്റിലേക്ക് പോയി. ഒരു 2-3 മിനിറ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ അന്നേരം എനിക്ക് ഉറപ്പുണ്ട് ഇവർ അത്ഭുതകരമായിട്ട് തുറക്കും എനിക്ക് വേണ്ടി. നമ്മളെപ്പോഴും അത്ഭുതങ്ങളാണ് വിശ്വസിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് വഴി തുറക്കും. ഞാൻ അവരോടെല്ലാം മാറി മാറി എൻ്റെ അവസ്ഥ പറഞ്ഞൊക്കെ ടിക്കറ്റ് കാണിച്ചു നോക്കി. എൻ്റെ കുഴപ്പമില്ല, ഫ്ലൈറ്റ് ലേറ്റ് ആയതാണ്, ഞാൻ ലേറ്റ് ആയതല്ല, എല്ലാം പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ആ കൺസേൺഡ് ആളിനെ വിളിക്കാം, ഞങ്ങൾക്ക് അതിൻ്റെ നമ്പറില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടന്നില്ല. ഗേറ്റ് അവരുടെ സിസ്റ്റത്തിൽ ക്ലോസ് ചെയ്ത് ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ലോക്കൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണെന്ന് ഓർത്തോളൂ. അപ്പം ഞാൻ ചോദിച്ചു ഈ ടിക്കറ്റ് എനിക്കെന്നാൽ വേറെ ഫ്ലൈറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റുമോ? അതും പറ്റത്തില്ല, അതിനുള്ള ഓപ്ഷനും ഇല്ല. പിന്നെന്താ അടുത്ത ഓപ്ഷൻ? അടുത്ത ഫ്ലൈറ്റേ പോവാം. അടുത്ത ഫ്ലൈറ്റ് നോക്കുമ്പോൾ 2-3 ഫ്ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഫുള്ളായി. ഇപ്പോൾ അവിടെ ഒരു കരീബ് സീസണിൽ ഒരു ഫെസ്റ്റിവലാണ്. ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് സ്ഥലമല്ല. അപ്പോൾ എല്ലായിടത്തും ഒത്തിരി ടൂറിസ്റ്റ് വരുന്ന സമയം. 2-3 ഫ്ലൈറ്റ് നോക്കിയപ്പോൾ എല്ലാം ഫുൾ. പിന്നുള്ള ഓപ്ഷൻ ബസ്സാണ്. ഒരു 12-1 മണി, 3 മണിക്ക് ബസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. 3 മണിക്ക് എൻ്റെ ഫ്രണ്ടുണ്ട് സ്ഥലങ്ങളിൽ ജുബിൻ്റെ ബ്രദർ അതിൻ്റെ ഒരു ഓപ്പറേഷൻസിലാണ് വർക്ക് ചെയ്ത് ബസ്സിൻ്റെ അതിൻ്റെ മാനേജർ. അദ്ദേഹം എന്നെ വിളിച്ചു. ജുബിനെ വിളിച്ചപ്പോൾ ബ്രദറിനെ വിളിപ്പിച്ചു. 3 മണിക്ക് ബസ്സുണ്ട്. അപ്പോൾ ഞാൻ മത്സ്യബന്ധന ബസ് 12 hours പിന്നെ ഉണ്ട്. വെളുപ്പിന് 3 മണിയാണ്ടാവും ചെല്ലും സ്ഥലമല്ല. ഓക്കെ, ഇനി അതെങ്കിലും. അതിനുശേഷം വീണ്ടും കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ടിക്കറ്റ് ഓപ്പണാന്ന് പറഞ്ഞു. ഒരു വൈകിട്ട് 7:30 വൈകിട്ട് 7:30 ഫ്ലൈറ്റിൽ ഒരു സീറ്റ് അവൈലബിൾ ആണ്. ലോകത്തൊന്നും ഇല്ലാത്ത ചാർജ്. സാധാരണ ഓൺലൈനിൻ്റെ എനിക്കൊന്ന് ഇരട്ടി ചാർജ്, ഇരട്ടി കൂടുതൽ. എനിക്ക് ആ ടിക്കറ്റ് എടുക്കാനായിട്ട് ഉള്ളിലൊരു ലീഡിങ് കിട്ടി. ഞാനതങ്ങ് എടുത്തു. കാരണം പിന്നെ 12 hours ബസ്സിൽ പോകാമെന്ന് പറയുന്നത് രാവിലെ മഴ യാത്ര ചെയ്തിട്ട്. അങ്ങനെ ഞാനതങ്ങ് എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം. എന്തുകൊണ്ടാണ്? കർത്താവിന് വിചാരിച്ച് ചെയ്യാൻ വയ്യാത്ത കാര്യമാണ്. ഒരു 3 മിനിറ്റിന് എൻ്റെ കുഴപ്പമില്ല, ഞാനൊരു ക്ലിയർ കോൺഷ്യസോടെ നിൽക്കുന്നു. വേണ്ടത് ഒരു പണിയും കാണിച്ചിട്ട് കേട്ടോ, പിശാചിന് ഇടയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കർത്താവ് വിളിച്ചു. കർത്താവ് അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ്, 3 മിനിറ്റ് പോയിട്ട് വേണേൽ അരമണിക്കൂർ വേണേൽ കർത്താവിന് എന്തൊക്കെയൊക്കെ ചെയ്യാം, ഡിലേ ചെയ്യാം. പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പല അല്പം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവേ? അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കർത്താവിന് എന്നെ പഠിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം, ഒരു പുതിയ ബോധ്യം തരും. അപ്പോൾ ഞാൻ ഈ വിഷമത്തിൽ ഞാൻ കർത്താവ് വിളിച്ചു. കർത്താവേ, വെറുതെ എന്തിനെ പൈസ കളയിച്ച് ഒരു ഫ്രീഡത്തിലും ഒരു വിഷമത്തിലും കുറച്ച് പൈസ പോയല്ലോ. അടുത്ത ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ആ പൈസ പോയി.
വെറുതെ എന്തിനാ എൻ്റെ പൈസ കളയിച്ച്? ഞാൻ കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു. നീയൊരു മറുപടി എന്താ? നിൻ്റെ പൈസയാണ്. ആര് പറഞ്ഞു നിൻ്റെ പൈസയാണ്? ഞാൻ തന്ന പൈസയാണ്. ശരിയല്ലേ? സകല സമ്പത്തും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമല്ലേ? നമ്മുടെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമല്ലേ? നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ ദാനമല്ലേ? നമ്മുടെ എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? അപ്പോൾ എനിക്കെങ്ങനെ പറയാൻ പറ്റുന്നത്? ഞാൻ ഡിറ്റൈക്ക് പ്രത്യേകിച്ച് ഇൻകമൊന്നുമില്ല. ഞാനാണ് ഡിറ്റൈക്ക് ആവശ്യമായിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളാണല്ലോ പൈസ കൊടുക്കുന്നത്. ഇത് കുഞ്ഞിൻ്റെ നിന്ന് കളഞ്ഞു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പോക്കറ്റ് അടിച്ചു. അവൻ സൂക്ഷിച്ചു പോയി, പക്ഷെ ആരെങ്കിലും പോക്കറ്റ് അടിച്ചു. അവന് വലിയ വിഷമം കേട്ടോ വന്ന് നമ്മളോട് പറയാം, പപ്പ എൻ്റെ പൈസ പോയെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്? എടാ നിൻ്റെ പൈസയല്ലേ, ഞാൻ തന്ന പൈസയല്ലേ, സാരമില്ല പോട്ടെ, എനിക്കത് കുഴപ്പമില്ല, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കത് കുഴപ്പമില്ല. പക്ഷേ നീ ഇനി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ പൈസ നീ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നീ സൂക്ഷിക്കുമ്പോൾ, നീ വളരെയധികം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള ഒരു പാഠം ആയി തീരട്ടിത് എന്നായിരിക്കും നമ്മൾ പറയാം, അല്ലേ? എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറഞ്ഞു, ഒന്ന്, അത് നിൻ്റെ പൈസയല്ല, ഇത് എൻ്റെ പൈസ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനം വന്നു. കാരണം ഇത്രയും നേരം ഞാൻ നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കർത്താവ് പറയാം, നീ നഷ്ടം സഹിക്കണം, ഞാൻ സഹിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. ശരിക്കും ഞാൻ പറയട്ടെ, ഇത് ഞാൻ ചുമ്മാ ഒരു കഥ പറയുമോ? എനിക്കറിയാം ചിലർക്കൊന്നും ഇത് കേൾക്കുമ്പോൾ ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ന്യായമായ ചോദ്യം വരും, പൈസ കളഞ്ഞിട്ടാണ് കർത്താവ് ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുകേഷ് അംബാനിയുടെ മോൻ്റെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പേപ്പർ വായിക്കുന്നതല്ലേ? എത്ര കോടി രൂപ ചിലവാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അദ്ദേഹത്തിൻ്റെ മകൻ്റെ അത് ആഘോഷിക്കും. അദ്ദേഹത്തിനടുത്ത് ഇഷ്ടംപോലെ സമ്പത്തും. അപ്പോൾ നമ്മളോർത്തോളം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? കർത്താവ് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യും. വചനം വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ബാക്കി അടുത്ത ഡിസിപ്ലിൻ കർത്താവ്